രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ വിമർശിച്ച ആലത്തൂർ ഡിവൈഎസ്പിയോട് വിശദീകരണം തേടി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി. വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാവുമെന്ന് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പറഞ്ഞു. അതിനിടെ ആലത്തൂർ ഡിവൈഎസ്പി മനോജ് കുമാറിനെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് BJP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആലത്തൂർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല ദർശനം ആചാരലംഘനമാണെന്നുൾപ്പെടെ വിമർശിച്ച് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടത്. രാഷ്ട്രപതിയും കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും നടത്തിയത് ആചാരലംഘനമാണെന്നും ഇതിൽ കോൺഗ്രസിന്റെ നാമജപ പ്രതിഷേധം ഇല്ലേ, CPM മന്ത്രിമാരായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ചെയ്യുക തുടങ്ങിയ തരത്തിലാണ് മനോജ് കുമാർ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടത്. സംഭവത്തിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഡിവൈഎസ്പിയോട് വിശദീകരണം തേടി. വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാവുമെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. അതിനിടെ മനോജ് കുമാറിനെ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. ഡിവൈഎസ്പി ഓഫീസിന് സമീപത്ത് മാർച്ച് പോലീസ് തടഞ്ഞെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുകയും ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തു. മനോജ് കുമാറിനെതിരെ നടപടി ഉണ്ടാവും വരെ നിയമപരമായും അല്ലാതെയും മുന്നോട്ടു പോകുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത BJP ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ പറഞ്ഞു. ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല, ഇതൊരു സൂചനയാണ്. ഇന്നത്തെ ഒരു സൂചന, ഇവിടെ 4 പോലീസുകാരും ഒരു ബാരിക്കേഡും വെച്ചാൽ അത് BJPയെ തടയാനുള്ള ശക്തിയൊന്നും ആവില്ല എന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾക്കും അറിയാം, പല അനുഭവങ്ങളും ഉണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ സമരം സൂചനയാണ്. ഈ സൂചനാ സമരം അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി പോരാടിക്കൊണ്ടേയിരിക്കും എന്ന്. ട്രെയിൻ യാത്രക്കിടെ അബദ്ധത്തിൽ സ്റ്റാറ്റസ് ആയതാണ് എന്നാണ് വിഷയത്തിൽ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ വിശദീകരണം. ഷൊർണൂർ ഡിവൈഎസ്പി ആയിരുന്ന മനോജ് കുമാർ ആലത്തൂരിൽ ചാർജ് എടുക്കാനിരിക്കെയാണ് വിവാദ സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്തത്. ജനം, പാലക്കാട്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഡിവൈഎസ്പി മനോജ് കുമാറിനെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്ന ആവശ്യമാണ് BJP ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? അനിൽ നമ്പ്യാർ, തീർച്ചയായിട്ടും ഈ മനോജ് കുമാർ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെയും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരെയും ഒക്കെ ആക്ഷേപിക്കുന്ന തരത്തിൽ അവർ ആചാര ലംഘനം നടത്തി എന്നൊക്കെ തരത്തിലിട്ട വാട്സപ്പ് സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട വ്യാപക പ്രതിഷേധമാണ് ഉണ്ടായത്. ഡിവൈഎസ്പി ഓഫീസിലേക്കാണ് ഇന്ന് BJP ഇതുമായി ബന്ധപ്പെട്ട മാർച്ച് നടത്തിയത്. മനോജ് കുമാറിനെ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു BJP ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അല്പസമയത്തിനകം ഏകദേശം ഒരു 6 മണിയോടുകൂടെ തന്നെ ഈ മനോജ് കുമാറിൻ്റെ പാലക്കാട് കടമ്പഴിപ്പുറത്തുള്ള വീട്ടിലേക്ക് സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തുമെന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയെയും അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥരെയും അപമാനിക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ മനോജ് കുമാർ എന്ന ഡിവൈഎസ്പി വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടത്. പ്രധാനമായിട്ടും ഈ വാട്സപ്പ് സ്റ്റാറ്റസിൽ പറഞ്ഞത് രാഷ്ട്രപതിയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ യൂണിഫോം ഇട്ടുകൊണ്ട് മല കയറി, അത് ആചാര ലംഘനമാണ്, അത് CPMന്റെ മന്ത്രിമാരോ മറ്റോ ആണ് ചെയ്തിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു, പുകിലെ കോൺഗ്രസ് നാമജപ പ്രതിഷേധം നടത്തുന്നില്ല തുടങ്ങിയ തരത്തിലായിരുന്നു ഈ വിഷയത്തിൽ ഈ മനോജ് കുമാർ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഉന്നതമായ ഈ പദവിയിലിരിക്കുന്ന വ്യക്തികൾ, പ്രത്യേകിച്ച് പോലീസ് പോലുള്ള സേനയിലൊക്കെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ തികച്ചും രാഷ്ട്രീയക്കാർ പറയുന്നത് പോലത്തെ, അതും രാഷ്ട്രീയക്കാർ പോലും ഒരു ചിലപ്പോൾ ഈ രാഷ്ട്രപതിയെ ഒന്നും വിമർശിച്ച് രംഗത്ത് വരുന്നത് വളരെ കുറവാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രിയെയോ അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരെയോ ഒക്കെ വിമർശിച്ചുകൊണ്ട് ആളുകൾ രംഗത്തെത്തുന്നത്, രാഷ്ട്രീയക്കാർ പോലും രംഗത്തെത്തുന്നത് പതിവാണ്. പക്ഷെ രാഷ്ട്രപതി എന്ന ആ പദവിയെ ബഹുമാനപൂർവ്വമാണ് എല്ലാവരും കാണാറുള്ളത്.
എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ പദവിയിലിരിക്കുന്ന രാഷ്ട്രപതിയെ ഒന്നും അവഹേളിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ടൊക്കെ ആളുകൾ രംഗത്ത് വരാറില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയക്കാർ പോലും അങ്ങനെ വിമർശനം ഉന്നയിക്കാറില്ല എന്നിരിക്കുമ്പോഴാണ് ഒരു ഡിവൈഎസ്പി, ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിരിക്കുന്ന ഒരു ഡിവൈഎസ്പി ഇത്തരത്തിലൊരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇയാളെ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നുള്ള ആവശ്യമാണ് ശക്തമാകുന്നത്. ആലത്തൂർ ഡിവൈഎസ്പിയോട് വിശദീകരണം തേടി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി. വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടിയുണ്ടാവുമെന്നും ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ